ഇത്തവണ വെക്കേഷനിൽ ഞങ്ങൾ പോയത് പളനി കൊടൈക്കനാലായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഫാമിലി ഒന്നിച്ചാണ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ പളനിയിലേക്ക് യാത്ര തിരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ നിന്നായതുകൊണ്ട് തലേദിവസം ഈവനിങ് ആണ് നമ്മളിവിടുന്ന് പുറപ്പെട്ടത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ പളനിയിലെത്തി കുളിച്ച് ഫ്രഷായി തൊഴാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ലാത്തത് കാരണം നമ്മൾ മൊബൈലൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊന്നും പളനിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കയറിയത് സൺഡേ ആയതിനാൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷനും കൂടെയല്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. നോർമൽ ക്യൂവിലാണ് നമ്മൾ കയറിയത്. സോ ഒരു 5-6 മണിക്കൂറൊക്കെ നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. എന്നാലും മനസ്സ് നിറഞ്ഞു തൊഴുത് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ടൂറിസ്റ്റ് ബസ് ആണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അവർ എവിടെയൊക്കെയാണോ സ്റ്റേ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ നമുക്ക് ഫുഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പൊളി ഫുഡായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാലിലേക്കുള്ള ഈ ചുരം നമ്മൾ കയറാൻ തുടങ്ങിയത് ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അത് കാരണം തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വെക്കേഷൻ ടൈം കൂടെയാണല്ലോ. അവിടെ ബസ് വലിയ ബസ്സും കൂടെ ആയതുകൊണ്ട് ചെറിയ വാഹനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സൈഡ് മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു പോലീസ്. വൈകുന്നേരം 4 മണിക്ക് വിട്ടിട്ട് നമ്മൾ കൊടൈക്കനാലിൽ നമ്മൾ സ്റ്റേയിലേക്ക് എത്തുന്നത് വെളുപ്പിനെ 2 മണിക്കായിരുന്നു കേട്ടോ. അത്രയും ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലവും അതേപോലെ ഒരു ചുറ്റുപാടും ഒക്കെയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് നമ്മൾ പിന്നീട് പോകുന്നത് അവിടെയുള്ള പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ. ആ ബസ്സിൽ നമ്മൾ 2 ബാച്ചായിട്ട് തിരിഞ്ഞിട്ടാണ് ഓരോ സ്ഥലങ്ങളും കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയത് സൂയിസൈഡ് പോയിന്റിലേക്കായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞാൽ കൊടൈക്കനാൽ ഒരു ദിവസം കണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഒന്നും മുഴുവനായിട്ട് നമുക്ക് കണ്ട് ആസ്വദിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അതിനാൽ തന്നെ നമ്മൾ കുറച്ച് സ്പീഡിലായിരുന്നു കേട്ടോ ഓരോ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്ത് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. ഇത് ഞാനിപ്പോൾ അവിടെ കണ്ട ഒരു വ്യൂ ജസ്റ്റ് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർ നല്ല ചിൽ മൂഡിലായിരുന്നു. സന്തോഷമൊക്കെ കാണുമ്പോഴാണ് നമുക്കും ഈ യാത്രയിലെ ഓരോ മൊമെൻറ്റും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. സൂയിസൈഡ് പോയിന്റിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ 2 ബാച്ചായിട്ടാണെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ 2 ബസ്സിലാണ് പോയത്. ഇതാണ് സൂയിസൈഡ് പോയിന്റ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു കാഴ്ചകളൊന്നുമില്ല. ഇതേപോലെ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുമ്പോൾ പോയി നിന്ന് ചാടാൻ പറ്റിയ ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. പിന്നീട് നമ്മൾ പോയിട്ടുള്ളത് പില്ലർ റോക്ക് കാണാനാണ് കേട്ടോ. പില്ലർ റോക്കിനേക്കാളും എനിക്കിഷ്ടമായത് ആ ആനയുടെ സ്റ്റാച്യു കാണാനായിരുന്നു കേട്ടോ. നല്ല മനോഹരമായിട്ടുണ്ട്. ഈ പ്ലേസും സൂപ്പറാണ്. പക്ഷെ കോടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, നല്ല കുടമഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് കാണാനായിട്ട് കുറച്ചുകൂടെ നല്ല സൗന്ദര്യം ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്നാലും സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എലഫൻറ്റ് സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു തിരക്കായിരുന്നു. കാരണം പെരുന്നാളിൻ്റെ ലീവ് കൂടിയായിരുന്നു കേട്ടോ ആ സമയത്ത്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിലായിട്ട് ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിലൊക്കെ കയറി ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് നമ്മൾ പിന്നീട് നേരെ പോയത് ഗുണ കേവിലേക്കാണ് കേട്ടോ. ഗുണ കേവ് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആ ഫിലിം കണ്ടത് മുതൽ അവിടെ ഒന്ന് പോകണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും ഇന്ന് സാധിക്കുകയാണ്. ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക പ്ലേസായിരുന്നു. നമുക്ക് അതിൻ്റെ ഓരോ ഭാഗവും കാണും തോറും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് നോക്കിക്കേ, എത്ര ആൾക്കാരാണ് അതിനകത്തുനിന്ന്. അത്രയും ക്രൗഡായിരുന്നു കേട്ടോ അതിനകത്ത്. അത്രയും ആൾക്കാരാണ്. ഫിലിം ഓർമ്മ വരും കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക്. പിന്നെ ആ വേരുകളുണ്ടല്ലോ, ഈ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇത്രയും വേരുകൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ വേരുകളൊക്കെ നമുക്ക് കൂട്ടമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇത്രയും വേരുകളൊക്കെ ഒന്നിച്ച് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നതൊക്കെ ആദ്യമായിട്ടായിരുന്നു. ഇതായിരുന്നു ആ ഗുണ കേവിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു വാളൊക്കെ അവിടെ ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാൻ
ഇതിന് അഴിക്കുള്ളിൽ നിന്നിട്ട് ഉള്ള വീഡിയോ എടുപ്പ് മാത്രം നടന്നിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റ് എന്താ പറയുക, ഒന്ന് സൈലൻ്റായിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് ഒന്ന് ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പൈൻ ഫോറസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അടുത്ത് നമ്മൾ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ പോയിട്ടുള്ളത്. എനിക്ക് പേര് മറന്നുപോയി. ഇവിടെയും നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലേക്ക് കാണാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ലേക്ക് കാണാൻ നിന്നില്ല. നമ്മൾ തിരിച്ച് വരികയാണ് ഉണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അന്നേരം നമ്മൾ ആദിയോഗി കാണാൻ പോയാലോ എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊരു മണ്ടത്തരമായിരുന്നു. കാരണം നമ്മളൊരു 12 മണിക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. പക്ഷേ നമ്മളൊരു 2 മണിക്കാണ് അവിടെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആദിയോഗിയുടെ നമുക്ക് ഷോ ഒന്നും കാണാൻ പറ്റിയില്ല. ജസ്റ്റ് പുറത്ത് നിന്ന് കാണേണ്ടി വന്നു. നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ തന്നെ ഒരു റിസ്ക് എടുത്ത് തീരുമാനിച്ചത് കൊണ്ട് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ആദിയോഗിയൊക്കെ കാണാൻ പോകാൻ താല്പര്യമുള്ളവർ ഫസ്റ്റ് ആദിയോഗി, പിന്നീട് പളനി, പിന്നെ കൊടൈക്കനാൽ, അങ്ങനെ ഒരു പ്ലാനായിരിക്കും തയ്യാറാക്കുന്നത് നല്ലത് കേട്ടോ. നമുക്കുണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുള്ളത് കൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് കൊടൈക്കനാലിൽ ഓരോ പോയിന്റിലും നമുക്ക് വിസിറ്റിംഗ് പ്ലേസിൽ നമുക്ക് എൻട്രി ഫീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഗവൺമെൻറ് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. അത്രയും ദിവസത്തേക്ക് നിയന്ത്രിക്കാനാണ് അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് 10 ദിവസത്തേക്കാണ് എൻട്രി ഫീസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര അവസാനിപ്പിച്ചു. 23-ാം തീയതി പോയിട്ട് 26-ാം തീയതി നമ്മൾ യാത്ര അവസാനിപ്പിച്ചിരുന്നു. വളരെ രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. നമ്മളെ നാട്ടുകാർ ഒന്നിച്ച് പോയതിനാൽ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്.